നമസ്കാരം. റേറ്റ് യുവർ എംപിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാലക്കുടി പുഴ ചേർന്നൊഴുകുന്ന ചാലക്കുടി മണ്ഡലമാണ് ഇന്നത്തെ റേറ്റ് യുവർ എംപിയിലുള്ളത്. 2004 മാത്രം രൂപീകൃതമായ മണ്ഡലമാണ് ചാലക്കുടി. 3 തെരഞ്ഞെടുപ്പുകൾ മാത്രം കണ്ട മണ്ഡലം. കോൺഗ്രസ് കോട്ടയായ മുകുന്ദപുരമാണ് പിന്നീട് ചാലക്കുടിയായി മാറിയത്. മുകുന്ദപുരം ചാലക്കുടിയായപ്പോഴും കോൺഗ്രസിനെ കൈവിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കളം മാറി. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നു. അപ്രതീക്ഷിത ജയം ഇടതുമുന്നണിക്കുണ്ടായി. മഹാപ്രളയത്തിൽ കരകവിഞ്ഞൊഴുകിയ ചാലക്കുടി പുഴ, ചാലക്കുടിക്കാരുടെ ജീവജലമായിരുന്ന പുഴ രൗദ്രഭാവം പൂണ്ടപ്പോൾ അത് തകർത്തെറിഞ്ഞത് നിരവധി ജീവിതങ്ങളെയാണ്. പക്ഷേ ഏതു ദുരന്തത്തെയും അതിജീവിച്ച ചരിത്രമാണ് ചാലക്കുടിയുടേത്. കൃത്യമായ രാഷ്ട്രീയ അവബോധം ആധുനിക കാലത്തിന്റെ തുടക്കം മുതലേ ഉണ്ട് ചാലക്കുടിക്കാർക്ക്. 1929 മഹാത്മാഗാന്ധി ഹരിജനോദ്ധാരണ പ്രബോധനം നടത്തിയ സ്ഥലത്താണ് ഇന്ന് ചാലക്കുടി നഗരസഭാ കാര്യാലയം പ്രവർത്തിക്കുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും ജലവൈദ്യുത പദ്ധതി വേണോ വേണ്ടയോ എന്ന തർക്കവുമൊക്കെ വർഷങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ്. അതിപ്രാചീന കാലം മുതൽ കേരളത്തിന്റെ പ്രധാന തുറമുഖമായിരുന്ന മുസിരിസുമായി നദിമാർഗം ബന്ധമുള്ള ഒരു പ്രദേശം കൂടിയാണ് ചാലക്കുടി. ഉറച്ച മണ്ഡലമായ ചാലക്കുടിയിൽ മത്സരിക്കണമെന്ന PC ചാക്കോയുടെ വാശിയാണ് കഴിഞ്ഞ തവണ മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമായെന്നാണ് കോൺഗ്രസുകാരുടെ അടക്കം പറച്ചിൽ. ചാക്കോയുടെ സ്വാധീനത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് വഴങ്ങി ധനപാലിന് തൃശൂരിൽ മത്സരിക്കേണ്ടി വന്നു. ഫലമോ ചാക്കോയും ധനപാലിനും ഭംഗിയായി തോറ്റു. അങ്ങനെ തൃശൂരിൽ ഇടതു സ്വതന്ത്രൻ ഇന്നസെന്റ് MP ആയി. സംസ്ഥാനത്തെ മറ്റു പല മണ്ഡലങ്ങളെയും പോലെ ഒരു പതിറ്റാണ്ടിന്റെ പഴക്കമേ ഉള്ളൂ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിനും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം. പനമ്പിള്ളി ഗോവിന്ദമേനോനെയും AC ജോർജിനെയും K കരുണാകരനെയും ഒക്കെ ലോക്സഭയിലെത്തിച്ച മണ്ഡലം. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയിലെ TCN മേനോൻ കോൺഗ്രസിലെ EK മാധവനെ പരാജയപ്പെടുത്തി ചെങ്കുറി പാറിച്ചതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കൂടുതലും വലതുപക്ഷത്തിനൊപ്പമായിരുന്നു മുകുന്ദപുരം. 1980 E ബാലാനന്ദനും 2004 ലോനപ്പൻ നമ്പാടനും ഇടതുപക്ഷത്തിനായി ജനം നേടിയ ചരിത്രവുമുണ്ട്. 2004 പുനർനിർണയത്തിനൊടുവിൽ മുകുന്ദപുരം മണ്ഡലം ഇല്ലാതായി. പകരം രൂപം കൊണ്ടതാണ് ചാലക്കുടി. മുകുന്ദപുരം പോലെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ചാലക്കുടി. 2004 പൊതുതെരഞ്ഞെടുപ്പിൽ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ 1 ലക്ഷത്തിലേറെ വോട്ടിനാണ് മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടൻ പരാജയപ്പെടുത്തിയത്. പക്ഷേ 2009 ചാലക്കുടിയായി പുനരവതരിപ്പിച്ചപ്പോൾ KP ധനപാലൻ കോൺഗ്രസിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. അഡ്വക്കേറ്റ് UP ജോസഫ് ആയിരുന്നു അന്ന് ഇടതു സ്ഥാനാർത്ഥി. ജയിച്ചെങ്കിലും 2004 ലോനപ്പൻ നമ്പാടൻ സ്വന്തമാക്കിയ ഭൂരിപക്ഷം ധനപാലിന് കിട്ടിയിരുന്നില്ല. 71,679 വോട്ടിന്റെ ജയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KP ധനപാലനും PC ചാക്കോയും മണ്ഡലങ്ങൾ വെച്ചുമാറിയപ്പോൾ ചാലക്കുടി നിലനിർത്തേണ്ട ചുമതല PC ചാക്കോയ്ക്കായി. തന്ത്രപരമായ നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റേത്. സിനിമാ നടനായ ഇന്നസെന്റിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ PC ചാക്കോ ഞെട്ടി. ഇന്നസെന്റ് 13,884 വോട്ടുകൾക്ക് വിജയിച്ചു. ചാക്കോയ്ക്ക് എതിരാളിയായി ഇന്നസെന്റിനെ ഇറക്കിയ നീക്കത്തിനെതിരെ CPMന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഏറെ ആക്ഷേപം കേൾക്കേണ്ടി വന്നെങ്കിലും തെരഞ്ഞെടുപ്പിലെ വിജയം എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയായി. ജനപ്രിയ നടനെ കളത്തിലിറക്കി വിജയിപ്പിച്ച ഇടതുമുന്നണിയുടെ പരീക്ഷണം പാളിയെന്ന വിമർശനം മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്ന് ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നസെന്റിനായോ? ഒരു കോമഡി നടൻ എന്നതിനപ്പുറം ജനപ്രതിനിധി എന്ന നിലയിൽ വളരാൻ ഇന്നസെന്റിന് സാധിച്ചോ? മുന്നണി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ഗൗരവത്തിലെടുത്ത് ചെയ്യാൻ ഇന്നസെന്റിനായോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകി വിയർക്കേണ്ടി വരും. MP ആയതിനു ശേഷം നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം അറിയാം എന്നൊക്കെ. പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വേണ്ടപ്പെട്ട രീതിയിൽ മുന്നിലേക്ക് നയിച്ചതുകൊണ്ടാണ് എനിക്ക് പലതും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. അതെൻ്റെ
സെക്രട്ടറി എന്ന് പറയുന്ന സേതുരാജ്, അതുപോലെ തന്നെ ഇപ്പം ഈ വേദിയിലിരിക്കുന്ന ഇവരോടൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൂടാതെ മറ്റുള്ള സുഹൃത്തുക്കളോടും അവരോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്, ഏതാണ്. അങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാനുള്ളൊരു കാര്യം. അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഓരോന്ന് ചെയ്യുമ്പോഴും അത് ഇത്രത്തോളമൊക്കെ ആയി എന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. പലതും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വരാത്ത കാര്യങ്ങളാണ് എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. 18 വർഷം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് ഞാൻ നിൽക്കുമ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയില്ല. പക്ഷേ ഇന്നത്തെ കാണുന്ന ഏറ്റവും വലിയ നടന്മാർ എന്ന് പറയുന്നവരുടെ നിർബന്ധം മൂലമാണ് പിന്നെ, കാരണം അതിൻ്റെ ഒരു തലവേദനകളുണ്ട്. ഇപ്പോൾ നമ്മൾ 5 കൊല്ലം ഇവിടെ നിന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായത്. നമ്മളൊക്കെ വിചാരിച്ച് നല്ല സുഖമായിട്ട് വിമാനത്തിൽ ഡൽഹി പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് അതൊക്കെ അവരോടിച്ചോളും. പക്ഷേ എല്ലാ ദിവസവും കാലത്തേറ്റ് പണികളാണ്. പഴയതുപോലെ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയും ഇതൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മളെക്കാളും ഒക്കെ കൂടുതൽ പാർട്ടിയിലൊക്കെ ഒരുപാട് നടന്ന ആളുകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ഇറങ്ങിയ ഒരാളാണ്. എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ പാർട്ടി ഇല്ല എന്നല്ല, എൻ്റെ മാതാപിതാക്കളൊക്കെ വളരെ പണ്ടേ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ആ താഴെയുള്ള ആളുകൾക്ക്, താഴെ മീൻസ് പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്ന, പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഒന്ന് വഴിമാറി കൊടുക്കുന്നതും നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തവിടെ തന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന മോഹൻലാലിൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. താനാവണം എന്ന് പറയാനുള്ള കാരണം അത് എന്നും അമ്മയുടെ 10-18 വർഷമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ വലിയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഒന്ന് നമ്മുടെ ഇത്രയും കാലം നമുക്ക് ഇനി ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്നേക്കാളൊക്കെ പാർട്ടിയെ പറ്റിയിട്ട് അറിയുന്നതും ആൾക്കാരും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അവർക്കൊക്കെ വേണ്ടി ഒന്ന് വഴിമാറി കൊടുക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതായാലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല എന്ന് ഇന്നസെന്റ് MP പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമല്ല, സിനിമയാണ് തന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് വിശദീകരണം. പാർലമെന്റിൽ ഇന്നസെന്റിന്റെ പ്രകടനം MP എന്ന നിലയിൽ പരമദയനീയമാണ്. ഹാജർ നിലയിലും ഒപ്പം പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലുമൊക്കെ ശരാശരിയിലും താഴെയാണ് എന്നാണ് കണക്കുകൾ. പക്ഷേ MP എന്ന നിലയിൽ ലഭിച്ച പണം അത് മണ്ഡലത്തിന് ചിലവഴിക്കുന്നതിൽ അദ്ദേഹം ഒട്ടും പിശുക്ക് കാട്ടിയില്ല. തന്നെ കൊണ്ട് ആവും വിധം കാര്യങ്ങൾ ചെയ്തുവെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്തുവെന്നും അതൊക്കെ ജനങ്ങൾക്ക് അറിയാമെന്നും ഇന്നസെന്റ് പറയുന്നു. 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തൃപ്തനായതിൻ്റെ ഒരു കാര്യം, എന്നേക്കാളും മുമ്പുണ്ടായിരുന്ന ആളുകൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം എനിക്ക് ഏറ്റവും തൃപ്തി എന്ന് പറയുന്നത്, ഇവിടെ 15 കോടിയുടെയും 25 കോടിയുടെയും 150 കോടിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളാ കറണ്ട് വെളിച്ചം കൊടുത്ത സ്ഥലം നാഗത്താംപാറ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവമാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഈ സിറ്റിയിലും ടൗണിലൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ വെളിച്ചം കാണാത്ത, വൈകുന്നേരമാകുമ്പോൾ നാഗത്താംപാറയിലുള്ള ആദിവാസികൾ താഴെ വരെയാണ് മൃഗങ്ങളെ പേടിച്ചിട്ട്. അവരുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ അവിടെ കറണ്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നമുക്ക് വളരെ അവിടെ വോട്ട് എന്ന് പറയുന്നത് 20 വോട്ടാണ് ഉള്ളത്. അത് കോടശ്ശേരി. അപ്പൊ ഈ ചാലക്കുടി ഈ 20 വോട്ടേ അവിടെ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ മാറി മാറി ഭരിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ പൂർവികന്മാർ വരെ ഈ വെളിച്ചം കണ്ടിട്ടില്ല. അപ്പൊ ഞാനിത് വന്ന് കയറി കഴിഞ്ഞപ്പോൾ അതായിരിക്കണു ഇവരൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലമുണ്ട്. നമ്മളത് ചെയ്തപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൗണിലുള്ളവരും കണ്ടുണ്ട് അവർ മോശക്കാരാണെന്നല്ല പറയണേ. അവരുടെ മുറുക്കിയിട്ട് ആ ചുവന്ന ചുണ്ട് വെച്ചിട്ട് അവരിപ്പം എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും. അത് 3.5 ലക്ഷം. ഞാൻ അതാണ് പെട്ടെന്ന്. അപ്പോ അത്രേ വേണ്ടു. ഈ 3.5 ലക്ഷം രൂപ ഉണ്ടായാൽ അവർക്ക് ഈ വെളിച്ചം കിട്ടും. അപ്പൊ ആ വെളിച്ചം കിട്ടിയതിന് ശേഷവും ഞാൻ അവരെ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്, മുറുക്കിച്ചൊപ്പിച്ച ചുണ്ടുകളായിട്ട് അവർ പുഞ്ചിരിച്ചപ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മാനസിക സുഖം. അതേ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ എന്തൊക്കെ കോടികൾ ചെയ്തിട്ടും അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. അവരങ്ങനെയല്ല, അവരൊക്കെ വളരെ സിൻസിയറായിട്ട് ആ കാര്യങ്ങൾ അവർ പറഞ്ഞു. നമുക്കും മനസ്സമാധാനം 20 വോട്ടം ഉള്ളത് കൊണ്ടായിരിക്കാം ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ തന്നെ ഇനി അടുത്ത ആൾ വരുമ്പോൾ
നമ്മൾ നന്നായിട്ട് ചെയ്താലേ അടുത്ത ആൾ വരുമ്പോൾ അതിനേക്കാളും നന്നായിട്ട് ചെയ്യുള്ളൂ. വൃത്തിയുള്ള സ്ഥലത്ത് വന്നാലാണ് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് താഴെ ഇടാതെ കുറ്റി വേറെ സ്ഥലത്ത് കളയും, അതല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ട് മാക്കി എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വാസ്തവത്തിൽ എന്നേക്കാളും മുമ്പുണ്ടായിരുന്ന ആൾക്കാർ എന്നെ സഹായിച്ചിരിക്കുകയാണ്. 43 ലക്ഷം രൂപയാണ് ആദിവാസികൾക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ ചെയ്തത്. നമ്മൾ 45% ചെലവഴിച്ചിട്ടുള്ളൂ. നമ്മളതിൻ്റെ 100% നമ്മൾ ചെലവഴിച്ചു. കഴിഞ്ഞ 5 വർഷം MP എന്ന രീതിയിൽ ഇന്നസെൻ്റിൻ്റെ പ്രവർത്തനം സ്വാഭാവികം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏത് പാർട്ടിയിലാണെങ്കിലും അതുപോലെ ജനങ്ങളുമായി ഇടപഴകി എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനും ശ്രദ്ധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം സിനിമാ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്തോ പാർലമെൻറ്റ് രംഗത്തോ ഒക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ പോലും പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ പ്രവർത്തകരായ ജനപ്രതിനിധികൾ ഓടി നടക്കുന്നത് പോലെ എത്തുന്നത് പോലെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന അതിന് മുമ്പ് 5 വർഷം അവിടെ ജനപ്രതിനിധിയാകാൻ അവസരമുണ്ടായപ്പോൾ ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ പരിപാടികളിലും വളരെ ശ്രദ്ധിച്ച് ഓടിയെത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു താരതമ്യം അവിടെ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇതല്ലായിരുന്നു. കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പരാജയമായിരുന്നു. ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം UDFൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും രാഷ്ട്രീയമായി അങ്ങനെ എഴുതി തള്ളാനാവില്ല. ആ മണ്ഡലത്തിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുണ്ട്. അത് പരമ്പരാഗതമായി നല്ല രാഷ്ട്രീയ ചിന്താധാരയ്ക്ക് വേരോട്ടമുള്ള ആ മണ്ണാണ് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ. 7 അസംബ്ലി മണ്ഡലങ്ങളും അങ്ങനെയാണ്. അതിൻ്റെ ഒരു തെളിവ് നോക്കിയാൽ 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്പാടം മാഷ് പത്മജ വേണുഗോപാലിനെ തോൽപ്പിക്കുന്നത് ഏകദേശം 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനു മുൻപ് UDF ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്ത് പിന്നീട് UDFന് ജയിക്കാനായി. ആ UDFൻ്റെ വലിയ മെജോറിറ്റിയെ തകർത്താണ് 2014 ശ്രീ ഇന്നസെൻ്റ് വളരെ ആവേശകരമായിട്ടുള്ള വിജയം നേടിയെടുക്കുന്നത്. അന്നുണ്ടായിരുന്ന രാഷ്ട്രീയമായ പശ്ചാത്തലത്തോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ മാറി മാറി വന്നിട്ടുള്ള UDFൻ്റെ കാലത്തുൾപ്പെടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാര്യമായ നേട്ടം കൈവരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം മണ്ഡലത്തിലുടനീളം നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം UDFൻ്റെ പരാജയത്തെയും LDFൻ്റെ വിജയത്തെയും നമുക്ക് നോക്കിക്കാണാൻ. നമ്മൾ ഒരു ടെക്നോളജി സെൻറ്റർ അങ്കമാലിയിൽ അനുവദിച്ചു. അതൊരു 200 കോടി, ഇപ്പം 130 കോടിയാണ് അവർ തന്നിരിക്കുന്നത്. ഇനി അവർ 200 കോടി പിന്നീട് നമുക്കവർ തരും. അപ്പോൾ ആ ടെക്നോളജി സെൻറ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് ജോലി, അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള അത് എന്താണ് അവിടെ ചെയ്യുന്നത്, പല ആളുകൾക്കും പല ബിസിനസ്സുകൾ ചെയ്യാനുള്ള അങ്ങനെയുള്ളൊരു വലിയ സംഭവമാണത്. അതുപോലെ തന്നെ ആയുഷ് ആശുപത്രി ചാലക്കുടിക്ക് അതൊരു 156 കോടി രൂപയാണ്. അതിനിപ്പോൾ നമുക്കൊരു 50 സെൻറ്റ് സ്ഥലം ചാലക്കുടി മുനിസിപ്പാലിറ്റി നമുക്ക് തന്നു. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ മിനിസ്റ്റർ ശൈലജ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങും. അതുപോലെ മുടങ്ങിക്കിടന്ന ഒരു സംഭവമാണ് ESI ഡിസ്പെൻസറി. ധനപാലൻ്റെ കാലത്ത് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം വന്ന് കല്ലിട്ടിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അത് പോയി കണ്ട് അതിനൊരു 3 കോടി രൂപ അവർ തരികയാണ്. അപ്പോൾ നമ്മളതും തുടങ്ങാൻ പോകണം. അത് നമ്മൾ മൊത്തത്തിൽ ഈ PMGSY 23 റോഡുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. 32 കോടി രൂപ അവരനുവദിച്ചു. അതുപോലെ തന്നെ ഈ കേന്ദ്ര റോഡ് ഫണ്ട് CRF 8 റോഡുകൾ
അതിന് നമുക്ക് അവർ അയച്ച് തന്നിരിക്കുന്നത് 123 കോടി രൂപയാണ്. പിന്നെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ 5 ഹോസ്പിറ്റലുകളിൽ ചാലക്കുടി, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ മാമോഗ്രാമും അതുപോലെ ഈ ഡയാലിസിസ് അതൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ 4 കോടി 10 ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് ആ മാമോഗ്രാം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആശുപത്രി കെട്ടിടം പണിയാൻ, ഡിജിറ്റൽ എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 2.5 കോടി രൂപ. ഈ ആശുപത്രി കെട്ടിടം എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലും അങ്കമാലിയിലും പെരിഞ്ഞനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാളയിൽ നമ്മൾ ഈ ഡിജിറ്റൽ എക്സ്റേ, പിന്നെ നമ്മളൊരു പ്രധാന കാര്യം ശ്രദ്ധ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിന് നമുക്ക് കൊച്ചിൻ റിഫൈനറി അവർ 1 കോടി രൂപ തന്നു. 75 സ്കൂളുകൾക്ക് നമ്മൾ സ്മാർട്ട് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഗവൺമെന്റും കൊടുക്കുന്നുണ്ട് സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ. അപ്പോൾ നമ്മൾ 75 സ്കൂളുകൾക്ക് നമ്മൾ കൊടുത്തു. അതിന് 1 കോടി രൂപയായി. ഒരംഗത്തിന് താൻ ഉണ്ടാകുമെന്ന് കെ പി ധനപാലൻ പരസ്യ പ്രസ്താവനയും നടത്തി. പക്ഷേ ഇത് KPCC പ്രസിഡന്റിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പരിഗണിക്കുന്നവരിൽ ധനപാലന്റെ പേരുമുണ്ട്. അതിൽ VM സുധീരൻ മുതൽ TN പ്രതാപൻ വരെ വരും. മണ്ഡലത്തിലെ മികച്ച സാധ്യതകൾ തന്നെയാണ് ഇത്രയധികം പേർക്ക് ഈ മണ്ഡലത്തോട് താല്പര്യം തോന്നാൻ കാരണം. ഇത്തവണയും അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം മുതൽ നിലവിലുള്ള MP-യുടെ മോശം പ്രകടനം വരെ വരും. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും എറണാകുളവും ചാലക്കുടിയും കോൺഗ്രസ് UDF പാട്ടും പാടിയായിരിക്കും. അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയുടെ കെട്ടുപാടുകൾ വളരെ ശിഥിലമായിരുന്നൊരു അവസരം. ആ അവസരത്തിൽ എൻ്റെ പരാജയത്തിന് ശേഷമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, അവിടെ അത്ര വലിയ കൂലങ്കുഷമായ ഒരു ചിന്തയോടുകൂടി എല്ലാ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. ഇന്നും ആ അഭിപ്രായം തന്നെയാണ്. പാർട്ടി പ്രവർത്തകൻ എന്നുള്ള ആ കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ട്. പക്ഷേ വിന്നിംഗ് കാൻഡിഡേറ്റ് അതാണ് ഏറ്റവും പരമപ്രധാനമായ. ജയിക്കാവുന്ന സ്ഥാനാർത്ഥി അയാൾ കോൺഗ്രസ്സുകാരനായിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലുള്ള മറ്റു മികവുകളോ, അതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ അംഗീകാരമുള്ള, പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ, സത്യസന്ധനായ, അഴിമതിരഹിതനായ ഒരു വ്യക്തി വരണം. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 4 LDF ജയിച്ചപ്പോൾ 3 UDF മുന്നിലെത്തി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സമാനമായിരുന്നു അവസ്ഥ. 4 മണ്ഡലങ്ങളിൽ ഇന്നസെന്റ് മുന്നിലെത്തിയപ്പോൾ PC ചാക്കോയ്ക്ക് 3 മുൻതൂക്കം കിട്ടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളും UDF-നൊപ്പം നിന്നു. 15 വർഷം സാജുപോൾ നിലനിർത്തിയ പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള വിവാദത്തിൽ ഇടതുപക്ഷത്തിന്റെ കൈവിട്ടു പോവുകയായിരുന്നു. ഇവിടെ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പിള്ളി 7088 വോട്ടിനാണ് ജയിച്ചത്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നേടി. ചാലക്കുടിയിൽ മത്സരിക്കാൻ ഇന്നസെന്റ് ഇല്ലെങ്കിൽ പിന്നെ 6 ഇടത് സ്ഥാനാർത്ഥിയായി വരും. കഴിഞ്ഞ തവണ താരതമ്യേന കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തേടുകയാണ് ഇടതുമുന്നണി. പല പേരുകൾ പരിഗണനയിലുണ്ട്, പക്ഷേ ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. MP എന്ന നിലയിൽ പാർലമെന്റിൽ ഇന്നസെന്റിന്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ്. ആകെ 42 ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. സംസ്ഥാന ശരാശരി 142ഉം ദേശീയ ശരാശരി 67ഉമാണ്. ഒരു സ്വകാര്യ ബിൽ പോലും അവതരിപ്പിച്ചിട്ടില്ല. ആകെ ചോദിച്ച ചോദ്യങ്ങൾ 217.
സംസ്ഥാന ശരാശരി ഇക്കാര്യത്തിൽ 422ഉം ദേശീയ ശരാശരി 292മാണ്. ലോക്സഭയിലെ ഹാജർ നിലയിലും സംസ്ഥാന ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണ് ഇന്നസെന്റ്. സംസ്ഥാന ശരാശരി 77ഉം ദേശീയ ശരാശരി 80ഉമായിരിക്കെ ഇന്നസെന്റിന്റെ ഹാജർ നില 69% മാത്രമാണ്. എന്നാൽ MP ഫണ്ട് വിനിയോഗത്തിൽ മുന്നിലാണ് ചാലക്കുടി MP. റിലീസ് ചെയ്ത 17.5 കോടി രൂപ ഏതാണ്ട് പൂർണ്ണമായും ചെലവാക്കിയിട്ടുണ്ട് ഇന്നസെന്റ്. ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കിട്ടിയ ആള് ഇയാൾ. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. കാരണം ഏറ്റവും അധികം കൂടുതൽ അറ്റൻഡൻസ് എനിക്കായിരുന്നു സ്കൂളിൽ. അറ്റൻഡൻസ് കുറവുള്ള ആളാണ് നമ്മുടെ ISR രാധാകൃഷ്ണൻ. അയാൾ ISRയുടെ ചെയർമാനായി. ഞാൻ കൃത്യമായിട്ട് സ്കൂളിലെത്തും. അപ്പം അങ്ങനെ സ്കൂളിലെത്തലല്ല, പിന്നെ അവിടെ ഞാൻ ഒരു 3-4 പ്രാവശ്യമാണ് ഞാൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിച്ചത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ജനപ്രിയ സിനിമാ നടൻ, നാട്ടുകാരൻ MP ആയി വന്നപ്പോൾ എന്തു ഗുണമാണ് തങ്ങൾക്കുണ്ടായത്? സിനിമാ നടൻ എന്നതിലപ്പുറം ഒരു ജനപ്രതിനിധിയായി തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒപ്പം നിൽക്കാൻ ഇന്നസെന്റിനായോ? മണ്ഡലത്തിലെ വോട്ടർമാർക്കുമുണ്ട് ഒരുപാട് പറയാം. ഇവിടെ MP ആയതിനു ശേഷം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഒരു സിനിമാക്കാരനെന്നുള്ള രീതി വിട്ടിട്ട് സാധാരണ MP-മാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്നസെന്റിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ വരവൊന്നുമില്ല. പക്ഷേ പുള്ളി ഓരോ കാര്യങ്ങൾക്കൊക്കെ എന്നാൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ നമുക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്യാൻ ആളെ കൊണ്ട് പറ്റാവുന്നല്ലേ ആൾക്ക് പറ്റുള്ളൂ. ഈ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഇന്നസെന്റ് ഈ ജയിച്ചു പോയതിന് ശേഷം ഈ മുനിസിപ്പാലിറ്റി വരുന്നത് ഒരു പ്രാവശ്യം കണ്ടേ വന്നിട്ടുള്ളൂ. പിന്നെ സജീവമായി വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊന്നും MP-യുടെ സാന്നിധ്യം ഇവിടെ വളരെ കണ്ടില്ല. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ സഞ്ചരിക്കുമ്പോൾ MP-യുടെ ഫണ്ടിൽ നിന്ന് ഇത് അനുവദിച്ചു, ഇങ്ങനെ അനുവദിച്ചു എന്നുള്ള ബോർഡുകൾ കാണാം. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ എടുത്ത് പറയത്തക്കായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പാവങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു MP-യാണ് നമുക്കിവിടെ വേണ്ടത്, ഈ നാടിന് വേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങൾ ഇപ്പോൾ പ്രളയം വന്നു, MP-യുടെ പാർക്കിയ ഭാഗത്ത് എന്തുണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴേക്ക് വരും, വല്ലപ്പോഴേക്ക് പോവാം, തന്നെ വന്നു പോവും. മറ്റുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാര്യം സിനിമാ നടനാണെങ്കിലും പുള്ളിയുടെ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾക്കെല്ലാം എൻ്റെ അഭിപ്രായത്തിലൊന്നും മോശമൊന്നുമില്ല. നല്ലൊരു അഭിപ്രായമാണ് പുള്ളിയെ പറ്റി എല്ലാവരും പറയുന്നതും. നല്ല പ്രവർത്തനമായിരുന്നു. ചാലക്കുടിയിലെ വിശേഷങ്ങൾ പങ്കുവച്ച റൈറ്റ് യുവർ MP-യുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി, മറ്റൊരു MP-യുടെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.